7 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശൈശവദശയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ആഴം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കുക. ശ്രീ വിനോദ് മാത്യു കൊച്ചിത്ര, ശരിക്കും ഇതിപ്പോൾ വ്യാപാര സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ GSTയെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഇപ്പോൾ ഇപ്പോൾ ശൈശവദശയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കത്തക്കതേ ഉള്ളൂ. എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ? എന്താണ് ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള ഉത്കണ്ഠ മാറാൻ വേണ്ടിയിട്ട്, ഇതേക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യാപാരികളുടെ ഉത്കണ്ഠ ആശങ്ക മാറുന്നതിന് വേണ്ടിയിട്ട്, പൊതുസമൂഹത്തിൻ്റെ ആശങ്ക മാറുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ GST പ്രാക്ടീഷണർ എന്നുൾപ്പെടെയുള്ള തരത്തിൽ സാറിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും? എന്താണ് സാറിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ? ഒരു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഇപ്പം സാംസൺ സാറും ജോജി സാറും പറഞ്ഞതുപോലെ ഇപ്പം 4,15,000 പേര് മാത്രമാണ് GSTയുടെ രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ളവർ. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. അപ്പം 40 ലക്ഷം രൂപ ഗുഡ്സിനും 20 ലക്ഷം രൂപ സർവീസിനും ത്രഷോൾഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് വോളണ്ടറി ആയിട്ടും രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള കച്ചവടക്കാർക്ക്. ഇപ്പം രജിസ്ട്രേഷൻ എടുക്കാതെ ഈ വഴിയോര കച്ചവടക്കാരുണ്ട്. അപ്പം അതൊക്കെ അതിജീവിച്ച് ഈ ടാക്സും കൊടുത്ത് അല്ലെങ്കിൽ റെൻറ്റും കൊടുത്ത് സാലറിയും കൊടുത്തിരിക്കുന്നവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരു പരിധി വരെ നമുക്ക് കൂടുതൽ ആൾക്കാരെ ഈ ത്രഷോൾഡ് ലിമിറ്റിലുള്ളവരെ ആണെങ്കിലും ഒരു സർവേ നടത്തി കൂടുതൽ ആൾക്കാർക്ക് രജിസ്ട്രേഷൻ എടുപ്പിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ താമസം വരുന്നു. ഉദ്യോഗസ്ഥ ലെവലിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പം GST തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ മാസം മെയ്യിൽ കണക്കനുസരിച്ചിട്ട് 1,14,000 വാഹനങ്ങൾ പരിശോധിച്ചിട്ട് 400 വാഹനങ്ങളിൽ മാത്രമാണ് ക്രമക്കേട് കണ്ടത്. ഓക്കെ. അപ്പോൾ വ്യാപാരികൾ വളരെ വളരെ അതായത് 0.5% താഴെ 3.34% മാത്രമേ, അതും ചിലപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്കുകളാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻവോയ്സ് എടുക്കുന്ന കേസിൽ സൈറ്റ് ഇല്ലാത്ത സമയത്ത് വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ വ്യാപാരികൾ കൃത്യമായിട്ട് പോകുമ്പോൾ, വ്യാപാരികൾ ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വ്യാപാരികൾ ആരോടും ശമ്പളം വാങ്ങിച്ചിട്ടല്ല ഉപഭോക്താവിൻ്റെ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കുന്നത്. അപ്പം ഉപഭോക്താവ് രാവിലെ എഴുന്നേൽക്കുമ്പം പല്ല് തേക്കുന്ന പേസ്റ്റ് മുതൽ ഇടുന്ന ഡ്രസ്സ്, യാത്ര ചെയ്യുന്ന വാഹനം, എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് അറിയാതെ തന്നെ കൊടുത്തു പോകുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ്, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ നമ്മുടെ ഇൻകത്തിൻ്റെ വരുമാനത്തിൻ്റെ സോഴ്സിൽ നിന്ന് കൊടുക്കുന്നത് പോലെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിയാതെ ഒത്തിരി പേയ്മെൻറ്റ് കൊടുത്തു പോകുന്നുണ്ട് ടാക്സ് ആയിട്ട്. അപ്പോൾ അതൊക്കെ സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ സർക്കാരിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇപ്പം ഒരു 1.78 ലാക്സ് ക്രോറാണ്, അതായത് 1.78 ലക്ഷം കോടിയാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ്റിന് കളക്ഷൻ കിട്ടുന്നത് GST ഇനത്തിൽ. സംസ്ഥാനത്തിന് വേണ്ട 3,000 ചില്ലുവാനും കോടി കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ ലെവലിൽ കൂടും GST ഇംപ്ലിമെൻറ്റ് വന്നതുകൊണ്ട് വരുമാനം. പക്ഷേ നേരത്തെ ഈ വ്യാപാരികൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇൻപുട്ട് ടാക്സിൻ്റെ പ്രശ്നം വരുന്നത് സെക്ഷൻ 16 2-4 സെക്ഷനുകളാണ്, സബ്സെക്ഷൻ 2-4 ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ വ്യാപാരികൾക്ക് നികുതിക്ക് മേൽ നികുതി കൊടുക്കുന്ന കാസ്കേഡിങ്ങിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ജോജി സാർ പറഞ്ഞ പോലെ ഒരാളുടെ നിന്ന് നമ്മൾ ടാക്സ് കൊടുത്ത് സാധനം വാങ്ങിച്ച് ആ ആൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെ ആ ആൾ ടാക്സ് അടച്ചില്ലെങ്കിൽ വീണ്ടും നമ്മളുടെ മേൽ ടാക്സ് ചുമത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അത് ഡിപ്പാർട്ട്മെൻറ്റിനും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റ് നിയമത്തിലുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിയമം ആണ് കറക്റ്റ് ചെയ്യേണ്ടത്. ആദ്യമേ അടയ്ക്കാത്തവനെ കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടവനെ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു മെത്തേഡ് മാറിക്കൊണ്ട് കൃത്യമായി അതിനുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഈ ജൂൺ 22 ശനിയാഴ്ച GST കൗൺസിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. സാംസൺ സാർ, എന്താണ് സാർ നേരത്തെ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ച നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയായിരിക്കണം? ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ വിനോദ് പറഞ്ഞതിന് ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്യാം. ഇതിനു മുമ്പ് നമുക്ക് വാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന എത്ര പേരാണെന്നുള്ളത് നോക്കണം.
കേരളത്തിൽ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ആളുകളായിട്ടുണ്ട് ടോട്ടൽ എനിക്ക് തോന്നുന്നു ഇപ്പം GST രജിസ്ട്രേഷൻ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ കംപ്ലയൻസ് കൂടിയിട്ടുണ്ട്. അതായത് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നികുതി കളക്ട് ചെയ്ത് പോകുന്നതാണ്. കാരണം ഇപ്പം നമ്മുടെ ഒരു വ്യാപാര സ്ഥാപനം നമ്മൾ നടത്തുകയാണെങ്കിൽ ഞാനൊരു ഈ പറഞ്ഞ ഒരു ത്രഷോൾഡ് അല്ലെങ്കിൽ അതായത് നമുക്ക് ഒരു വർഷം ഞാൻ ആകെ വിൽക്കുന്ന എൻ്റെ കച്ചവടത്തിൻ്റെ ഒരു മൂല്യമെന്ന് പറയുന്നത് 40 ലക്ഷം രൂപയുടെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ 1 രൂപ പോലും ഞാൻ ഈ ഇതിലേക്ക് ഞാൻ നികുതി കളക്ട് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നികുതി ഇല്ലയെന്ന് എനിക്ക് വേറൊരാൾക്ക് നികുതി ഉണ്ടെന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇവർ കടയിലേക്ക് ഈ 40 ലക്ഷം രൂപയുടെയും സാധനം വിൽക്കുന്ന ആൾ നികുതി കൊടുത്താണ് ഈ സാധനം വാങ്ങിക്കുന്നത്. ഇപ്പം എന്നെപ്പോലൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് അവർ സാധനം മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂല്യവർദ്ധിത നികുതിയാണ് ഈ GST എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ 1000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നു ഒരു വ്യാപാരി, അതിന് അപ്പോൾ അയാൾ 100 രൂപ ടാക്സ് കൊടുത്തു, അയാളത് 1100 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഈ GSTയുടെ നിയമപ്രകാരം 1100 രൂപയുടെ ടാക്സ് ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഇയാൾ ആദ്യമേ ഈ സാധനം വാങ്ങിയപ്പോൾ കൊടുത്ത 1000 രൂപയ്ക്ക് അയാൾ 100 രൂപ നികുതി കൊടുത്തല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള നികുതി ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ 40 ലക്ഷം രൂപ വരെയുള്ള ഒരു വ്യാപാരി എന്നുള്ള പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചെറുതായിട്ടൊരു നാരങ്ങവെള്ളം മാത്രം വിൽക്കുന്ന ഒരു കടയിലാണെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ത്രഷോൾഡ് നല്ലോണം വിൽക്കുന്ന ഒരു കടയാണെങ്കിൽ ചിലപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഒന്ന് ആദ്യമേ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനൊരു കച്ചവടക്കാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ ത്രഷോൾഡ് ഉയർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. കാരണം ഇത് ആക്ച്വലി ആദ്യമേ തന്നെ ഇത് GST കൺസീവ് ചെയ്ത സമയത്ത് ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 60 ലക്ഷമായിരുന്നു ലിമിറ്റ് വെച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോഴും കേരളത്തിന് ഓരോ സ്റ്റേറ്റിനും തീരുമാനിക്കാം എത്ര ലക്ഷം എന്നുള്ളത്. അങ്ങനെ കേരളമാണ് തീരുമാനിച്ചത്. അത് 20 ലക്ഷത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ 60 ലക്ഷത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പറഞ്ഞു. നമ്മളാണ് ഇവിടെ 40 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാവരും പിന്നെ ഇത് നികുതി മേടിക്കണം. കാരണം ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വൺ മാൻ ഷോ ആയിരിക്കും ഭൂരിപക്ഷം ഈ ഒരു സംരംഭകരെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ പോയി നമ്മൾ തട്ടിപ്പൊക്കി തിണ്ണ തൂത്ത് സാധനമെടുത്ത് ചാക്കെടുത്ത് കുത്തി ഇതെല്ലാം എടുക്കുന്നതും കൊടുക്കുന്നതും പൈസ മേടിക്കുന്നതും സാധനം കൊടുക്കുന്നതും ഇതിൻ്റെ കണക്കെഴുതുന്നതും എല്ലാം ഒരാളായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ ഒരു എടുത്തു കൊടുക്കാൻ ഒരാളിനെ കൂടെ ഒരു ഇച്ചിരി പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരാളുടെ കടയിൽ കണ്ടെന്നിരിക്കാം. അതല്ലാതെ ബാക്കിയുള്ളവരുടെ എല്ലാം വൺ മാൻ ഷോ ആണ്. അവരുടെ എല്ലാ കണക്കുകളും ഒരു പോക്കറ്റിൽ കിടക്കുന്ന ഒരു തുണ്ട് പേപ്പറിനകത്ത് വരാനുള്ളത് അതിനപ്പുറമുള്ള ഒരു മാത്സ് അവരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. നിങ്ങളെ എന്നെയും പോലുള്ള ഒരു സാധാരണക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ഓർത്തണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സ്ഥാനത്താണ് പുതിയ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോധക്കേട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ അതിൻ്റെ ഒരു നീതിപൂർവ്വമായിട്ടുള്ള ഇത് നമുക്ക് സാധനങ്ങൾക്കുണ്ടായിട്ടുള്ള വിലവർധനം എത്രയാണ്. നമ്മളിപ്പോൾ 2000 ആണ്ടിൽ നമ്മളിപ്പോൾ ഒരു നാരങ്ങവെള്ളം കുടിക്കുന്ന 50 പൈസയ്ക്കാണെങ്കിൽ നമ്മളിന്നിപ്പോൾ 10 രൂപയും 15 രൂപയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു വലിയൊരു വില വർധനവ് ഇതുണ്ടായിട്ടുണ്ട്. അതിനാനുപാതികമായിട്ടുള്ള രീതിയിൽ ഇവിടെ വാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ത്രഷോൾഡ് ലിമിറ്റാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, ഇതൊരു കുറഞ്ഞത് 1 കോടി രൂപ വരെ എങ്കിലും ഉള്ള ടേൺ ഓവറുള്ള വ്യാപാരികൾക്ക് പിന്നെ അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ കൊടുക്കണം. കാരണം ചിലത് നമുക്ക് ഈ പിന്നെ GSTയിലാണെങ്കിൽ മാത്രമേ ചില വ്യാപാരങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുക, അതുള്ളവർക്ക് അതിലേക്ക് നിൽക്കുക. അപ്പം ഗവൺമെൻറ് വേറൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ 40 ലക്ഷം രൂപ വരെ ആ ഒരു വാർഷിക ടേൺ ഓവറുള്ള ഒരാൾ അതിന് മുകളിലേക്ക് വരുന്നവർക്ക് 2 കോടി രൂപ വരെയാണ്, അതോ 3 കോടിയാണ് ഇപ്പം നമുക്ക് പ്രിസംപ്റ്റീവ് ടാക്സ്. അത് 1.5 കോടി. 1.5 കോടിയാണ്. അത് അങ്ങനെ ഒരു ലിമിറ്റ് വെച്ച്, അതായത് 1.5 കോടി രൂപ വരെ ഉള്ളവർ അവരുടെ ആകെ വിൽപ്പനയുടെ 1% അവർ ബ്ലൈൻഡായിട്ട് അങ്ങ് അടയ്ക്കണം. അത് ശരിക്കും പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരുപക്ഷെ ടാക്സ് ആവുന്നതിനേക്കാളും കൂടുതലായിരിക്കും അത്. ശരി, അവരത് കണ്ടോട്ടെ ചെയ്തു. അതേസമയം മുൻപ് കേരളത്തിൽ വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അത് 0.5%. അപ്പോൾ അത് പിന്നെ വീണ്ടും ഈ പ്രിസംപ്റ്റീവ് ടാക്സ്, അതായത് നമ്മളുടെ ഒരു ബേസിക് ലിമിറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ടാക്സിൻ്റെ പരിധി ഇപ്പോൾ 1.5 കോടി എന്നുള്ളത് ഒരു കുറഞ്ഞത് 3 കോടിയെങ്കിലും ആയിട്ട് വർദ്ധിപ്പിക്കണം. അതൊരു റിക്വസ്റ്റ്. പിന്നെ ആ പ്രിസംപ്റ്റീവ് ടാക്സിൽ നമ്മൾ ഈടാക്കുന്നത് 1% നിന്ന് 0.5%
കുറയ്ക്കണം. ഇതും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി കൂടി ഒരു നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കപ്പം ഒരു മാക്സിമം ആൾക്കാർ എല്ലാം തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് മുൻപ് ഈ GST വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇക്കോണമി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സാമ്പത്തിക മേഖലകളുണ്ടായിരുന്നു. ഒന്ന് നമുക്കിപ്പോൾ കാണുന്ന പ്ലെയിനായിട്ട് നമുക്കുള്ളൊരു ഇപ്പം നികുതി എല്ലാം കൊടുത്ത് ഇങ്ങനെ മേടിച്ചു ഇങ്ങനെ വിൽക്കുന്നൊരു ഇതൊന്നുമില്ലാതെ പ്രവർത്തിക്കുക നമ്മൾ ബ്ലാക്ക് ഇക്കോണമി എന്ന് പറയുന്നൊരു ഒരു സംഭവമുണ്ട്. അതൊരു വളരെ ഈ GSTയുടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി കറക്ഷൻസിൻ്റെ ഒരു ഫലമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ മാറ്റം വന്നു. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഈ റേഷൻ്റെ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ റേഷൻ്റെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ, കാരണം ഒരുപാട് സാധനങ്ങളല്ലാതെ ഒരു ആവശ്യത്തിൽ കൂടുതലുള്ള റേഷനരി വരുമായിരുന്നു, അതെല്ലാം തന്നെ മറ്റ് ഈ ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലുള്ള പല പല വ്യാപാരങ്ങൾക്കും അങ്ങനത്തെ നിയമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നത്. അതൊന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്ലീൻ ഒരു വൈറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് പേടിക്കുന്നുണ്ട് വ്യാപാരികൾ അല്ലേ? എപ്പോഴെങ്കിലും റെയ്ഡ് നടക്കാം, റെയ്ഡിൻ്റെ മാത്രമല്ല, ചെക്ക് ചെയ്യാനായിട്ട് ആളുണ്ട്. എനിക്കിതില്ലാതെ ഒരാൾക്കത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഇത് GST ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പം. കാരണം ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് അതാണ്, GST ഉണ്ടോ അല്ല, നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സാധനം നമുക്ക് കൊണ്ടുപോയി ഒരു വലിയ തോതിൽ, ചെറിയ തോതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ വലിയ രീതി ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് നമ്മളൊരു ലോഡ് അരിയും പലചരക്കൊക്കെ എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ളൊരു സാധനങ്ങളാണ്. ഇപ്പോൾ നമുക്കൊരു ടയർ മേടിച്ചു, ഇതിന് ടാക്സ് ഇല്ലാതെ, ഇപ്പം ഒന്നാമത് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ടാക്സ് ഇല്ലാതെ ഈ സാധനം കിട്ടുമോ? അതെ, ആർക്കും കിട്ടില്ല അത്. അപ്പോൾ അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഉൽപ്പാദകരെല്ലാവരും തന്നെ ഇതില്ലാതെ ഏതെങ്കിലും ഉൽപ്പാദകന് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, അത് നടക്കില്ല. അപ്പോൾ എനിക്കത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിൽ പണ്ട് വിൽക്കാം, കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു പണ്ട്. അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഇപ്പം ഒരു സൈക്കിളിൻ്റെ ടയർ, അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ലൈസൻസ് രാജ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് ഉൽപ്പാദനത്തിന് ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. നമ്മുടെ രാഹുൽ ബജാജ് എതിരെ ജയിലിൽ വരെ പോകേണ്ട ഒരു സ്ഥിതി വന്ന ഒരു സമയമുണ്ട്. കാരണം അവർ സ്കൂട്ടർ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഗവൺമെൻറ് 1,00,000 സ്കൂട്ടർ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറഞ്ഞ് 1,10,000 സ്കൂട്ടറായി പോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇതൊക്കെ നമ്മുടെ ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിയമമാണല്ലോ, നമ്മളത് പാലിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒരു ഷോർട്ടേജിൻ്റെ കാലഘട്ടമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്കന്നൊരു സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് 7 വർഷം കാത്തിരിക്കണം, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതേസമയം ഇപ്പം അത് വളരെ റെഡിലി അവൈലബിൾ ആണ്. അന്നത്തെ കാലത്തെ ഒരാളിനോട് പറഞ്ഞത്, അന്ന് ഈ സൈക്കിളിൻ്റെ ടയർ, ഇപ്പോൾ ഡൺലപ്പിൻ്റെ ടയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡൺലപ്പിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഒരാൾക്ക് അയാൾക്കൊരു കോട്ടയാണ്, ഒരു 500 ടയർ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കടയിൽ 50 ടയർ വിറ്റിട്ട് ഇയാൾക്ക് ഒരു ടയറിന് 50 രൂപ വരികയെന്നുണ്ടെങ്കിൽ ഇത് 100 രൂപയ്ക്ക് മേടിക്കാൻ വേറെ ആൾ നിൽപ്പുണ്ട്. കാരണം അവിടെ നിന്ന് ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ഇക്കോണമി എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിൽ അത് പോകും. അപ്പോൾ അതൊരു ബില്ലും ഇല്ലാതെ ആയിരിക്കും അത് കൊടുക്കുന്നത്. ബില്ലൊന്നും വേണ്ട, ഇങ്ങനെ തന്നേക്കാനെന്ന് പറയേണ്ടു. പക്ഷേ ഇന്നത് സാധ്യമല്ല. കാരണം നമുക്ക് സഫീഷ്യൻ്റായിട്ട് ഉൽപ്പാദനമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ നമുക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് ക്യാഷായിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നൊരു കാര്യം ബിപിന് ആലോചിക്കാൻ സാധിക്കുമോ? ഇല്ല. അതൊക്കെ എന്തോ ഒരു റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യം. അതെല്ലാം തന്നെ നമ്മളപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഇക്കോണമിയിലേക്ക് എല്ലാ കാര്യങ്ങളും മാറി വരുന്നു. പക്ഷേ ഇനിയും ഒരുപാട് ഈ രംഗത്ത് അല്ലേ, ഇത് സാറിപ്പോൾ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ നന്മകൾ ശരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സംവിധാനങ്ങൾ, അതിൻ്റെ ഒരു ഫലം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GST ആദ്യമേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 90,000 രൂപയായിരുന്നു ഒരു മാസത്തെ ആകെയുള്ള കളക്ഷൻ. ആ 90,000 രൂപയെന്ന് പറയുന്നത് വിനോദ് ഈ പ്രാവശ്യം എത്ര 90,000 കോടി രൂപയാണ്. ഞാൻ 90,000 എന്ന് പറയുന്നത് 90,000 കോടിയാണ് കേട്ടോ. 90,000 കോടി രൂപയാണ് ഭാരതത്തിൻ്റെ ആകെ കൂടെ ഈ 2017 ജൂലൈ 1 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ 90,000 crores. അത് ഇപ്പോൾ 1.78 ലക്ഷം കോടി 1.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇരട്ടിയായി. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നികുതി വരുമാനം
എത്രമാത്രം ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. യെസ്. അതിൻ്റെ ഫലം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നികുതി വരുമാനം വന്നു കഴിഞ്ഞാൽ അല്ലേ നമുക്കുള്ള എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതെ. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഒരുപക്ഷെ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടിയായി നമ്മുടെ റോഡിൻ്റെ ഡെവലപ്മെന്റ്സ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നാഷണൽ ഹൈവേസിൻ്റെ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പോൾ ഈ പറഞ്ഞ 1.5 ലക്ഷം കോടിക്ക് അടുത്തായി. 1.5 ലക്ഷം കോടി കിലോമീറ്റേഴ്സ്. അൾട്ടിമേറ്റ്ലി നാടിന്റെ പുരോഗതിക്ക് വന്നാലേ നമുക്ക് പറ്റുള്ളൂ. അത് നമുക്ക് ടാക്സ് വേണം, ടാക്സ് കളക്ട് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ അതിനകത്തുള്ളൊരു വളരെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇത് ഒരു ഇൻഡയറക്റ്റ് ടാക്സാണ്. അതായത് പരോക്ഷമായിട്ട് മേടിക്കുന്നത്. ആരും നേരിട്ട് ഞാൻ ഇത്ര ഒരു 10 കിലോ അരി മേടിച്ചു അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ആരും കിട്ടുന്നില്ല. അത് അവിടെ തന്നെ കൊടുത്തത് പോകണം. അപ്പം നേരിട്ടല്ല, അത് പരോക്ഷമായിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ പരോക്ഷമായിട്ടുള്ള നികുതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിഗ്രസീവ് ടാക്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അതുകൊണ്ട് തന്നെ റിഗ്രസീവ് ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിരക്ക് കുറവായിരിക്കണം. 28% GST മേടിക്കുന്ന ഒരു രാജ്യം ഒരുപക്ഷെ നമ്മുടെ രാജ്യം മാത്രമേ ലോകത്തിൽ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പല കാര്യങ്ങളിലുള്ള ഈ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കൂടുതൽ ഈ നിരക്കുകൾ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് കൂട്ടുവാണെങ്കിൽ ഇന്ന സാധനങ്ങൾക്ക് നികുതി ഇല്ല എന്ന് പറയുന്ന ചില ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതോട് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ 6 നിരക്കുകളാണ് ഇപ്പോൾ ഉള്ളത് GSTക്ക്. 0%, 3%, 5%, 12%, 18%, 28%. അങ്ങനെ അത് നമ്മുടെ ഒരു സ്ട്രീം ലൈൻ ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് നിരക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ 28% നമ്മൾ പല രീതിയിലായിട്ട് നമ്മൾ ഈ ടാക്സ് കൊടുത്തു വരുന്നത് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ടാക്സ് ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് ഒരു വാഹനം നിരത്തിൽ ഇറക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്വകാര്യ വാഹനം ഒരു വ്യക്തി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അതിൻ്റെ കോസ്റ്റിൻ്റെ 50%-ലധികം നികുതിയായിട്ട് കൊടുക്കുന്നത്. ഏതാണ്ട് 60%-നടുത്ത് സെസ്. കാരണം അത് ഗവൺമെൻറ്റിന് ചെയ്ത മറ്റൊരു വാക്ക് വ്യത്യാസമാണ്. കാരണം അന്ന് പറഞ്ഞിരുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യം, ഇതിൻ്റെ പുറത്ത് ലെവിയില്ല, ഇതിൻ്റെ പുറത്ത് സെസ്സില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം അവർ കൊണ്ടുവന്നു. കേരള സ്റ്റേറ്റ് ഇടയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഫ്ലഡ്സസ് 2 വർഷത്തേക്ക് അതും വന്നു. അതൊക്കെ അപ്പോഴും ഈ ഉപഭോക്താവിന് റേറ്റ് കൂടുതലല്ലേ.